ഹായ് ഓൾ, എല്ലാവർക്കും എൻജിടെക്കിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഓർഡിനറി ടി വി എങ്ങനെ സ്മാർട്ട് ടി വി ആക്കിയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും, ഇതിൻ്റെ കൂടെ എൻ്റെ ഒരു റിമോട്ട് ഉണ്ട്. അപ്പോൾ നിങ്ങളിത് കണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ നമുക്ക് എങ്ങനെ ഒരു സ്മാർട്ട് ടി വി ആയിട്ട് കൺവേർട്ട് ചെയ്യാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും അറിയാം സ്മാർട്ട് ടി വി എന്താണെന്നുള്ളത്. അപ്പോൾ ഒരുപാട് ആപ്സ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാം. ആൻഡ്രോയിഡ് ടി വി എന്നൊക്കെ പറയലുണ്ട്. അപ്പോൾ ഇത് ആൻഡ്രോയിഡ് ആണ്. അപ്പോൾ ഇതിൽ യൂട്യൂബ് നമുക്ക് എല്ലാം ഉണ്ട്. ഓക്കെ, അപ്പോൾ എങ്ങനെ നമുക്ക് ഇതിലേക്ക് കൺവേർട്ട് ചെയ്യാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രൊസീജിയർ ഞാൻ പറഞ്ഞുതരാം. ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. MIയുടെ ടി വി സ്റ്റിക്കാണ്. അപ്പോൾ Xiaomi ഇറക്കിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. അപ്പോൾ പലർക്കും പരിചയം ഉണ്ടാവും, എങ്ങനെയാണ് യൂസ് എന്നുള്ളത് അറിയില്ല. അപ്പോൾ ഇതാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇത് ഡയറക്റ്റ് HDMIയിലേക്ക് നമ്മൾ കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നമ്മളെ ടി വി സ്മാർട്ടായിട്ട് കിട്ടും, അല്ലെങ്കിൽ ആൻഡ്രോയിഡ് ടി വി എന്ന് പറയാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൂടെ ഉള്ളത് ഈ ഒരു സ്റ്റിക്ക്, പിന്നെ കൺട്രോളാണുള്ളത്, പിന്നെ ഇതിനുള്ള ഒരു പവർ അഡാപ്റ്ററും ഉണ്ട്. ഓക്കെ, പിന്നെ ഇതിൻ്റെ സ്പെസിഫിക്കേഷനിൽ അവർ പറയുന്നത് Cortex A53 ബേസ്ഡ് പ്രോസസ്സർ എന്നാണ്. 4-bit ക്വാഡ് കോർ CPU ആണ് പറഞ്ഞിട്ടുള്ളത്. ഡോൾബി അറ്റ്മോസ് എല്ലാം ഉണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഇത് വരുന്നത്. വഴി നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും, ഇൻ്റർനെറ്റ് കിട്ടുന്നത്. അതിന് വേറെ പോർട്ടുകളൊന്നും ആവശ്യമില്ല. HDMI നമുക്ക് വീഡിയോ കിട്ടാൻ വേണ്ടി മാത്രമാണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ട് വരുന്നുള്ള കുറച്ച് ആപ്സാണ് ഇവർ കാണിച്ചിട്ടുള്ളത്. യൂട്യൂബ്, ഹോട്ട്സ്റ്റാർ, നെറ്റ്ഫ്ലിക്സ്, പ്രൈം, Z5, സൺ, NXT എല്ലാം ഉണ്ട്. അതേപോലെ ജിയോ സിനിമ ഉണ്ട്. നമ്മളിപ്പോൾ ജിയോ സിനിമ യൂസ് ചെയ്തിട്ട് നമുക്ക് വേൾഡ് കപ്പ് ഒക്കെ കാണാൻ നല്ലൊരു സുഖമാണ്. ഓക്കെ, പിന്നെ ഈ സൈഡ് ഇതിൻ്റെ ISൻ്റെ കാര്യങ്ങളൊക്കെയാണ്, സ്റ്റാൻഡേർഡാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത്രയാണുള്ളത്. ഇനി നമുക്ക് പ്രൊഡക്റ്റ് നോക്കാം. അപ്പോൾ ഇതാണ് നമ്മളെ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇവിടെ ഒരു പവർ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ട് ഉണ്ട്. അപ്പോൾ ഇതിൽ അഡാപ്റ്റർ കണക്ട് ചെയ്യാൻ പറ്റും. അതേപോലെ ഒരു HDMIയുടെ മെയിൽ പിൻ അവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വന്നിട്ടുള്ളത് ഒരു റിമോട്ട് കൺട്രോളാണ്. ഓക്കെ, ഇത് 2 മിനി ബാറ്ററിയാണ് നമ്മൾ ഇടുന്നത്, AAA സൈസ്. പിന്നെ ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഓൾറെഡി കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ ഇങ്ങനെയുള്ളത്. ഇതിൽ ഡയറക്റ്റ് നമുക്ക് നെറ്റ്ഫ്ലിക്സും പ്രൈം വീഡിയോ ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിന് വേറെ മെനുവും കാര്യങ്ങളൊന്നും എടുക്കേണ്ട കാര്യമില്ല. അതുപോലെ ഇത് മെനു ആണ്, ഇത് ബാക്ക് ബട്ടൺ ആണ്, ഇത് പവറാണ്. അതേപോലെ പെട്ടെന്ന് ഗൂഗിൾ അസിസ്റ്റൻസിന് നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വോയിസ് ഇവിടെ കണ്ടിട്ടില്ലേ, ഇതാണ് വോയിസിന് വേണ്ടിയിട്ടുള്ള മൈക്രോഫോൺ അവർ കൊടുക്കുക. അപ്പോൾ ഇതിൽ പറഞ്ഞാൽ തന്നെ നമുക്ക് എല്ലാം ഓണാക്കാനും ഓഫാക്കാനും കഴിയും. അതുപോലെ എന്തെങ്കിലും സെർച്ച് ചെയ്യണമെങ്കിലൊക്കെ അതിൽ ചെയ്യാൻ കഴിയും. അത്രയാണ് ഇതിൽ പറയാനുള്ളത്. പിന്നെ ഇത് വോളിയം ബട്ടൺസ് ആണ്. ഓക്കെ, അപ്പോൾ ഇത് ഇനി എങ്ങനെ കണക്ട് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ ഇതാണ് ഇതിൻ്റെ പവർ അഡാപ്റ്റർ എന്ന് പറയുന്നത്. നമ്മൾ നമ്മളെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്നത്. നമ്മൾ ആദ്യം ഇതിൻ്റെ പവർ അഡാപ്റ്റർ ഇതിൽ കണക്ട് ചെയ്യാണ്. എന്നിട്ട് ഇനി ഇത് HDMI പോർട്ടിൽ നമുക്ക് ടി വിൻ്റെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സെറ്റപ്പ് കഴിഞ്ഞ്. HDMI പോർട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിലേക്ക് കണക്ട് ചെയ്ത് കൊടുക്കുകയാണ്. ഇപ്പോൾ നമ്മൾ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് പവർ ഓൺ ചെയ്ത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ നമ്മളെ ഡിവൈസ് സെറ്റപ്പ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് എന്ത് ഈസിലി ആക്സസ് ചെയ്യാൻ പറ്റും. ഒരുപാട് ആപ്സ് ഇതിൽ തന്നെ ബിൽറ്റ് ഇൻ ആയിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടുതൽ വേണമെങ്കിൽ നമുക്ക് അത് എക്സ്ട്രാ എടുക്കുകയും ചെയ്യാൻ പറ്റും.
എല്ലാം നല്ല സ്മൂത്തായിട്ട് തന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയും ഇതിൽ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ ഇനിയും ഇതുപോലെ ഉപകാരപ്പെടുന്ന വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരെ ബൈ.